അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വബഅദ്. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ആഴ്ചയിലെ ദർസിൻ്റെ തുടർച്ചയാണ് ഇന്ന് പഠിക്കുവാനുള്ളത്. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹ് നഖൂലു ഫീ തൗഹീദില്ലാഹ് വതഖദീന ബിതൗഫീഖില്ലാഹ് ഇന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ലഹു വലാ ശൈഅ മിസ്ലഹു വലാ ശൈഅ യുജിസുഹു വലാ ഇലാഹ ഗൈറഹു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദിനെ സംബന്ധിച്ച് നാം വിശ്വസിക്കുന്നത് അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. വലാ ശൈഅ മിസ്ലഹു, അവനെപ്പോലെ യാതൊന്നുമില്ല. വലാ ശൈഅ യുജിസുഹു, അവനെ യാതൊന്നും കീഴ്പ്പെടുത്തുകയില്ല. വലാ ഇലാഹ ഗൈറഹു, അള്ളാഹു അല്ലാതെ ആരാധ്യനുമില്ല. ഇതാണ് തൗഹീദിനെ സംബന്ധിച്ച് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. തൗഹീദിൻ്റെ വ്യത്യസ്ത മേഖലകൾ ഈ വാചകങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്നാമതായി ഇന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ലഹു, അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകതകളിൽ യാതൊന്നിലും അവൻ്റെ മഖ്ലൂക്കിന് യാതൊരു തരത്തിലുമുള്ള പങ്കുമില്ല എന്ന വിശ്വാസം. വലാ ശൈഅ മിസ്ലഹു, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. അള്ളാഹുവിനെ പോലെ പേരുള്ളവരില്ല, വിശേഷണങ്ങളുള്ളവരില്ല, കുദറത്തുള്ളവരില്ല, സൃഷ്ടിപ്പ് നടത്തുന്നവരില്ല എന്ന് തുടങ്ങി അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം. വലാ ശൈഅ യുജിസുഹു, അള്ളാഹുവിനെ യാതൊന്നും കീഴ്പ്പെടുത്തുകയില്ല. വലാ ഇലാഹ ഗൈറുഹു, അള്ളാഹു അല്ലാതെ ആരാധ്യരില്ല. വലാ ശൈഅ മിസ്ലഹു എന്ന് പറഞ്ഞ വാക്ക് അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല യഥാർത്ഥത്തിൽ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലുള്ള ഏകത്വമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നുമില്ല, എന്നാൽ അവൻ കാഴ്ചയും കേൾവിയുമുള്ളവനാണ്. സൃഷ്ടികളിലെ ഒരു വിശേഷണവും അള്ളാഹുവിനുമില്ല. അതോടൊപ്പം അള്ളാഹുവിന് അവൻ്റേതായ വിശേഷണങ്ങളുണ്ട്. അവൻ്റെ ജലാലിനോടും അവൻ്റെ മഹത്വത്തിനോടും അവൻ്റെ ഔന്നിത്യത്തോടും യോജിക്കുന്ന തരത്തിലുള്ള സിഫാത്തുകൾ അവനുണ്ട്. അതാണ് വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു കേൾവിയും കാഴ്ചയും ഉള്ളവനാണ്. അപ്പോൾ മനുഷ്യന്മാർക്കും സൃഷ്ടികൾക്കുമൊക്കെ കേൾവിയും കാഴ്ചയും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാരുടെ ദുർബലതക്കും മനുഷ്യന്മാരുടെ ന്യൂനതക്കും യോജിച്ച രൂപത്തിലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ആ വിശേഷണങ്ങൾ പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലുമായിരിക്കും. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് വിശേഷണങ്ങളില്ല എന്നതല്ല, മറിച്ച് അള്ളാഹുവിന് അവന് യോജിക്കുന്ന തരത്തിൽ വിശേഷണങ്ങളുണ്ട് എന്നതാണ് വിശ്വസിക്കേണ്ടത്. വലാ ശൈഅ യുജിസുഹു, അള്ളാഹുവിനെ യാതൊന്നും കീഴ്പ്പെടുത്തുകയില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, വമാ കാന അല്ലാഹു ലിയുജിസഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് ഇന്നഹു കാന അലീമൻ ഖദീറ. അള്ളാഹുവിനെ ഈ പ്രപഞ്ചത്തിലെ ആകാശഭൂമികളിലെ സൃഷ്ടികളിലെ ഒന്നും അള്ളാഹുവിനെ ആരും കീഴ്പ്പെടുത്തുകയില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ, തീർച്ചയായും അവൻ അറിവുള്ളവനും ശക്തിമാനുമാകുന്നു എന്ന് അള്ളാഹു തആല പറയാൻ. അള്ളാഹുവിനാണ് പരിപൂർണമായ കഴിവുള്ളത്, ശക്തിയുള്ളത്. മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. അതിൻ്റെ പരിപാലകനും സംരക്ഷകനും അതിൻ്റെ സംഹാരകനും അള്ളാഹു മാത്രമാണ്. വലാ ഇലാഹ ഗൈറഹു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ വസിഅ കുല്ല ഷൈഇൻ ഇൽമ, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹുവാൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. വസിഅ കുല്ല ഷൈഇൻ ഇൽമ, മുഴുവൻ വസ്തുക്കളെയും അവൻ്റെ അറിവ് ചൂഴ്ന്നു നിൽക്കുന്നതാണ് എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. ഈ മൂന്ന് വാചകങ്ങളിലൂടെ തൗഹീദിനെ സംബന്ധിച്ച് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട അടിയുറച്ച കാര്യങ്ങൾ ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിരിക്കുകയാണ്. ഒന്നാമതായി അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിലുള്ള ഏകത്വം, വലാ ശൈഅ മിസ്ലഹു എന്ന വാക്കിലൂടെ. വലാ ശൈഅ യുജിസുഹു, അള്ളാഹുവിനൊന്നും കീഴ്പ്പെടുത്തുന്നില്ല എന്ന അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിക്കുന്ന, അവൻ്റെ റുബൂബിയത്തിനെ അറിയിക്കുന്ന തൗഹീദുർ റുബൂബിയ്യ എന്ന കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. മൂന്നാമത്തേത് തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനമായ വലാ ഇലാഹ ഗൈറഹു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വശവുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പിൽക്കാലത്ത് പല മദ്ഹബുകളിലെയും പണ്ഡിതന്മാർ തൗഹീദിനെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസകാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ ആദ്യമായി അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് തൗഹീദിനെ സംബന്ധിച്ചാണ്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശദീകരണ രീതി. ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് ആ തൗഹീദ് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടിയായിരുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, മുഴുവൻ സമുദായങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. എന്തിനു വേണ്ടി? അൻ ഇഅ്ബുദുല്ലാഹ്,
വജ്തനിബു താഗൂത്ത്, അവരല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയും അല്ലാഹുവല്ലാത്ത ദൈവേതര ശക്തികളെ വെടിയുന്നതിനു വേണ്ടിയും എന്ന് അല്ലാഹു തആല പറയാൻ. സൂറത്ത് അറാഫിൽ നിരവധി പ്രവാചകന്മാരെ സംബന്ധിച്ച് ഒരേ രൂപത്തിൽ ഒരേ ശൈലിയിൽ അല്ലാഹു തആല പറയുന്നത് ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ ഹൂദ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം, അവരെല്ലാം തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞത് ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. യാ ഖൗമി, എൻ്റെ സമുദായമേ, ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. തൗഹീദിന്റെ ഈ പ്രാധാന്യം കൊണ്ട് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നീണ്ട 23 വർഷക്കാലത്തെ പ്രബോധനത്തിൽ ഏറ്റവും കൂടുതൽ തൗഹീദിലേക്കായിരുന്നു ജനങ്ങളെ ക്ഷണിച്ചത്. ശിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയുടെ പല പ്രദേശങ്ങളിലേക്കും സഹാബിമാരെ പ്രബോധകരായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫദഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിക്കുക. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരത്തെ സംബന്ധിച്ചും സക്കാത്തിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചുമൊക്കെ നിങ്ങൾ അവരെ അറിയിക്കുക എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയിലെയും അറേബ്യയുടെ പുറത്തുണ്ടായിരുന്ന രാജാക്കന്മാരിലേക്കും കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ എഴുതി അയച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങൾ തൗഹീദ് അംഗീകരിക്കുക എന്നതായിരുന്നു. ഇങ്ങനെ തൗഹീദ് അംഗീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് ഇസ്ലാം ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം തൗഹീദാണ്. തൗഹീദില്ലാതെ എത്ര വലിയ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിരിക്കുകയില്ല എന്നതാണ് ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ സമുദായങ്ങളെ ബോധവൽക്കരിച്ച തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഈ മൂന്നാമതായി പറഞ്ഞ വലാ ഇലാഹ ഗൈറുഹു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന തൗഹീദുൽ ഉലൂഹിയത്തിലേക്കാണ്. പ്രവാചകന്മാരും അവർ നിയോഗിക്കപ്പെട്ട സമുദായങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തർക്കം അള്ളാഹുവിനെ നിഷേധിച്ച് കാഫിറായി മാറിയവരെക്കാൾ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് മുശ്രിക്കായ ആളുകളായിരുന്നു പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഭൂരിഭാഗം മനുഷ്യന്മാരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ് ഖുൽ ഫഅന്നാ യുഫകൂൻ. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശ ലോകങ്ങളെയും ഭൂമിയെയും ആരാണ് പടച്ചതെന്ന് ചോദിച്ചാൽ, വസഖറ അശ്-ശംസ വൽ ഖമറ, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന അല്ലാഹ്, തീർച്ചയായും അള്ളാഹുവാണെന്നവർ പറയും. ലയഖൂലുന്ന, ഉറപ്പിച്ച് പറയാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന ലാമും നൂനും ചേർത്തുകൊണ്ടാണ് ആ കാര്യം അള്ളാഹു പറയുന്നത്. ഖുൽ ഫഅന്നാ യുഫകൂൻ, എന്നിട്ടും എന്തേ നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് തെറ്റിക്കപ്പെടുന്നു? അള്ളാഹുവാണ് ആകാശ ലോകങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ആ അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റു ദേവീദേവന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരായ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബ് തൻ്റെ മക്കൾക്ക് പേര് നൽകിയത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്കത് വ്യക്തമായി തന്നെ കാണാൻ പറ്റും. എന്നാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള ദേവീദേവന്മാരിൽ വിശ്വസിക്കുന്നവരും പലതരത്തിലുള്ള ഒരേ ശക്തിയുള്ള നിരവധി ഇലാഹുകളിലും വിശ്വസിച്ചവരായിരുന്നു അവരെന്നൊക്കെ പല ആളുകളും സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആയത്തുകളിലൂടെ ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണ് ആകാശഭൂമികൾ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവരല്ലാഹുവാണെന്ന് മറുപടി പറയും എന്നതിനെ സംബന്ധിച്ച് അവർ പറയാറുള്ളത് അതൊക്കെ അവർ നാവുകൊണ്ട് കളവ് പറയുകയാണ്, അവർക്ക് മനസ്സിലതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് നിരക്കാത്ത ദുർവ്യാഖ്യാനമാണത്. ആകാശഭൂമികളെ ആര് പടച്ചു എന്ന് നിങ്ങൾ ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് അറബിയയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ മറുപടി പറയുമെന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തൻ്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞത് ഹും യഅ്തഖിദൂന ഹദാ ഫകൈഫ യുസ്റഫൂൻ, ഇതൊക്കെ അള്ളാഹുവാണ് പടച്ചതെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ പിന്നെ എങ്ങനെയാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റുള്ളവർക്ക് ആരാധന ചെയ്യുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാ രൂപത്തിലും ശരിയായി വിശ്വസിച്ചവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്ത് മുശ്രിക്കുകളായി മാറിയവരായിരുന്നു അവർ എന്നാണ്. ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ കപ്പൽ കടലിൽ തകർന്ന് തങ്ങൾ മരണപ്പെടുമെന്ന്
മുഖത്തോട് മുഖം അവർ മരണത്തെ കണ്ടാൽ അവർ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ, കരലിലേക്ക് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ശിർക്ക് ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായി തന്നെയായിരുന്നു അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. മഹാന്മാരായ മുഫസ്സിറുകൾ ആ രൂപത്തിലാണ് ആ വചനങ്ങൾക്കൊക്കെ അർത്ഥം പറയുകയും ചെയ്തിട്ടുള്ളത്. പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്ന ജലാലനി തഫ്സീറിൽ സുയൂത്തി പറയുകയാണ്, ഐ ലാ യദഊന മഅഹു ഗൈറഹു, കപ്പലിൽ വെച്ച് കാറ്റും കോളും വന്നാൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളോടും അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ലിഅന്നഹും ഫീ ശിദ്ദത്തിൻ ലാ യക്ഷിഫുഹാ ഇല്ലാഹു, കാരണം അവരിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും നീക്കാൻ പറ്റാത്ത മഹാദുരിതത്തിലാണെന്ന് ഉറപ്പുള്ളവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ എന്നാണ്. അപ്പോൾ മക്കാ മുശ്രിക്കുകൾക്ക് അറിയായിരുന്നു എല്ലാ ശക്തിയും കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ്, പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നൊക്കെ മക്കാ മുശ്രിക്കുകൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് മുഫസ്സിറുകളൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് അള്ളാഹു പറയുന്നത് വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹുവുൻ വലഇബ്, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയും വിനോദവുമാണ്. വൈന്നദ്ദാറൽ ആഖിറത, തീർച്ചയായും പരലോകമാകുന്നു, ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും രക്ഷപ്പെട്ടാൽ ശിർക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ഇമാം റാസി പറയാണ്. ബയാനു ദാലിക, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നഹും ഇദൻകത റജാഹും അനി ദുനിയാ, മരണത്തെ മുഖാമുഖം കണ്ട് ഇനി ദുനിയാവിലേക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല എന്നുറപ്പിച്ചാൽ, ഇൻകത റജാഹും അനി ദുനിയാ, ദുനിയാവിലേക്ക് ഇനി മടക്കമില്ല എന്നുറപ്പിച്ചാൽ, റജഉ ഇലൽ ഫിത്രത്തി ഷാഹിദത്തി ബി തൗഹീദ്, അവർ തൗഹീദ് അംഗീകരിക്കുകയും അവരുടെ യഥാർത്ഥ പ്രകൃതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമെന്നാണ്. വഹദു, അവർ അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിക്കുകയും അഖ്ലസു, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഫൈദ അൻജാഹും വ അർജഅഹും, അവർക്ക് അള്ളാഹു ജീവിതം തിരിച്ചു നൽകി അവരെ രക്ഷപ്പെടുത്തിയാലോ, ആദു ഇലാ മാ കാനു അലൈഹി മിൻ ഹുബ്ബുദ് ദുനിയാ വ അശ്റകു, അവർ വീണ്ടും ദുനിയാവിനെ തിരഞ്ഞെടുത്ത് ശിർക്ക് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഇമാം റാസി പറയുന്നത്. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ ദുരിതം വന്ന് കാറ്റും കോളും വന്ന് കപ്പൽ തകർന്ന് മരണത്തെ മുഖാമുഖം കണ്ടാൽ അള്ളാഹുവിലേക്ക് മടങ്ങാറുണ്ടായിരുന്നു. പിന്നെ കരയിലെത്തിയാൽ വീണ്ടും ശിർക്ക് ചെയ്യുന്നതോ അവരുടെ കുടുംബക്കാർ മുശ്രിക്കുകളാണ്, മുവഹിദുകളായി ഉറച്ചു നിൽക്കാൻ പ്രയാസമാണ്. അങ്ങനെ ദുനിയാവിനെ തിരഞ്ഞെടുത്ത് ശിർക്കിലേക്ക് മടങ്ങുന്നവരായിരുന്നു എന്നാണ് മഹാന്മാരായ മുഫസ്സിറുകൾ ഇങ്ങനെയുള്ള സൂക്തങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും അവർ ആരാധനകൾ സമർപ്പിക്കാറുണ്ടായിരുന്നു. ഇതിനർത്ഥം മക്കാ മുശ്രിക്കുകളൊക്കെ ഷർത്തും ഫർളും തികഞ്ഞ മുഅ്മിനീങ്ങളായിരുന്നു എന്നല്ല, മറിച്ച് മക്കാ മുശ്രിക്കുകളിൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മഹാബഹുഭൂരിഭാഗം ആളുകളുണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഒരുപക്ഷെ മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന മുൽഹിദീങ്ങൾ, നിരീശ്വരവാദികളുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ അള്ളാഹുവിനെ പോലെ കഴിവുള്ള വേറെ ഇലാഹുമാരുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കാ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അതോടൊപ്പം മക്കയിലുണ്ടായിരുന്ന പ്രവാചകന്മാർ നിയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്ന സമുദായങ്ങളിൽ മഹാഭൂരിഭാഗവും അള്ളാഹുവിനെ അംഗീകരിക്കുകയും പ്രപഞ്ചത്തിൻ്റെ സിട്ടാവിനെ ഉൾക്കൊള്ളുകയും അതോടൊപ്പം ആ പ്രപഞ്ച സിട്ടാവായ നാഥനെ ആരാധിക്കാതെ മറ്റുള്ളവരെയും ആരാധിക്കുന്നവരായിരുന്നു. മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയുമായിരുന്നില്ല. അതല്ലെങ്കിൽ അവരങ്ങനെ അള്ളാഹുവിനെ അറിയുമെന്ന് പറഞ്ഞത് കളവായിരുന്നുവെങ്കിൽ ആ കാര്യം അള്ളാഹുവിനെ അറിയില്ലേ? മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിന് വിശ്വാസമുള്ളത് അള്ളാഹു അംഗീകരിച്ചിരുന്നതായി വിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അറബികളുടെ ഏറ്റവും വലിയ വരുമാന മാർഗവും അവരുടെ ഉപജീവന മാർഗവും കൃഷിയേക്കാളേറെ പലപ്പോഴും കാലി സമ്പത്ത് കൂടിയായിരുന്നു. അങ്ങനെയുള്ള കാലികളിൽ അവർ പലതരത്തിലുള്ള കാലികളെ പല രൂപത്തിലും നേർച്ചയും മറ്റുമൊക്കെയായി പ്രഖ്യാപിക്കുകയും അള്ളാഹുവിന് ചിലത് നേർച്ചയാക്കും, അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കാറുണ്ടായിരുന്നു. ചില മൃഗങ്ങൾക്ക് ചില പ്രത്യേക രൂപം എത്തിക്കഴിഞ്ഞാൽ അവരത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെ പുരുഷന്മാർക്ക് മാത്രം പ്രത്യേകമാണ്, സ്ത്രീകൾക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം മാറ്റിവെക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂറത്ത് അൻആമിലൂടെയും സൂറത്ത് മാഇദയിലൂടെയും അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു തആല പറയാണ്, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ വഅക്സറുഹും ലാ യഅഖിലൂൻ. തീർച്ചയായും അള്ളാഹു ബഹീറത്തിനെയോ സായിബത്തിനെയോ വസീലത്തിനെയോ ഹാമിനെയോ നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി പറയുകയാണ്. എന്തായി പറഞ്ഞത്? മക്കയിലുണ്ടായിരുന്ന അറബികൾ പറയാറുണ്ടായിരുന്നു, 7 പ്രസവിച്ച ആട് അല്ലെങ്കിൽ ഒട്ടകം പിന്നെയും പ്രസവം തുടർന്നാൽ അതിനെ അവർ പറയും, അതിന് പ്രത്യേക സ്ഥാനം ലഭിച്ചിട്ടുണ്ട്, അത് വസീലത്താണ്
ഇനി അത് നേർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ മാറ്റി നിർത്താറുണ്ടായിരുന്നു എന്നാണ്. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചതാണ്. വസീലത്ത്, ഹാമ്, സായിബത്ത് തുടങ്ങിയ മൃഗങ്ങളൊക്കെ അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചതാണ് എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ചതല്ല, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പറയുകയാണ് എന്ന് ആക്ഷേപിക്കാൻ. മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥ റബ്ബിലല്ല വിശ്വസിച്ചിരുന്നതെങ്കിൽ അള്ളാഹു എന്താ പറയുക? വലാകിന്നല്ലദീന കഫറു യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പറയുകയാണെന്നല്ല, നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പേരിൽ കളവ് പറയുകയാണ് എന്നായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുക. അതേപോലെ തന്നെ അവർ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു, ഞങ്ങളുടെ ഇന്ന കാലികൾ പ്രസവിച്ചാൽ വഖാലു മാ ഫീ ബുതൂനി ഹാദിഹിൽ അൻആമി ഖാലിസത്തുൻ ലിദുകൂരിന, അത് ഞങ്ങളുടെ പുരുഷന്മാർക്ക് മാത്രം തിന്നാനും പുരുഷന്മാർക്ക് മാത്രം സവാരി ചെയ്യാനുള്ളതാണ് എന്നവർ വിധിക്കാറുണ്ടായിരുന്നു. വ മുഹറമുൻ അലാ അസ്വാജിന, ഞങ്ങളുടെ ഇണകളായ ഞങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്കത് അതിൻ്റെ പുറത്ത് സവാരി ചെയ്യാനോ അത് ഭക്ഷിക്കാനോ പാടില്ല. വയ്യക്കും മൈത്തൻ ഫഹും ഫീഹി ശുറക്ക, അങ്ങനെ ആ മൃഗങ്ങൾ പിന്നീട് ചത്താൽ അവരെല്ലാവരും അതിനെ ഭക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നത്, അതിൻ്റെ വയറ്റിലുള്ളതിനെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയത്, അതല്ല ആ മൃഗത്തെയാണോ നിഷിദ്ധമാക്കിയത്? മൃഗത്തെയാണ് നിഷിദ്ധമാക്കിയതെങ്കിൽ അതിൻ്റെ വയറ്റിലുള്ള ആണും പെണ്ണിനെയും അള്ളാഹു നിഷിദ്ധമാക്കും എന്നൊക്കെ യുക്തിപരമായി മുശ്രിക്കുകളോട് ചോദിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞ കളവിനെയാണ് അള്ളാഹു നിഷേധിക്കുന്നത്. അവിടെയൊന്നും നിങ്ങൾ പറയുന്നത് അള്ളാഹു ഞാനല്ല എന്ന് അള്ളാഹു നിഷേധിക്കുന്നില്ല. ഇവിടെയൊക്കെ അള്ളാഹുവിലായിരുന്നു അവർ വിശ്വസിച്ചത്, അള്ളാഹുവിൻ്റെ പേരിലായിരുന്നു അവർ കളവ് പറയുന്നത് എന്ന് അള്ളാഹു അംഗീകരിക്കുകയാണ്. മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ള സൂക്തങ്ങളെയൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ അവർ പങ്കുചേർത്ത് ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ് നമ്മൾക്ക് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഹുസൈൻ വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി, കം തഅബുദുൽ യൗമ ഇലാഹ, നിങ്ങൾ എത്ര ഇലാഹുകളെയാണ്, ആരാധ്യന്മാരെയാണ് ആരാധിക്കുന്നത്? അയാൾ പറയുകയുണ്ടായി, സബഅതൻ, 7 ദൈവങ്ങളെ, സിത്തത്തുൻ ഫിൽ അർളി വവാഹിദുൻ ഫിസ് സമാ, അവയിൽ 6 ഭൂമിയിലാണ്, 7ാമത്തെ ഒന്ന് മുകളിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി, മൻ ലി റഗ്ബതിക വ റഹബതിക, നിങ്ങൾ ഭയത്തോടെയും പ്രതീക്ഷയോടും കൂടി ആരോടാണ് പ്രാർത്ഥിക്കാറുള്ളത്? അയാളുടെ മറുപടി മൻ ഫിസ് സമാ, ആകാശത്തുള്ളവനോട് എന്ന് മറുപടി പറയാൻ. ഇത് ഒരു ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം മറുപടിയല്ല, മറിച്ച് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന മഹാഭൂരിഭാഗം അറബികളും അങ്ങനെയുള്ള മുശ്രിക്കുകളായിരുന്നു എന്ന് പണ്ഡിതന്മാർ തന്നെ, അശ്അരി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇസ്ലാമിക ലോകത്ത് കാലാകാലങ്ങളിലായി ഉടലെടുത്ത പ്രസ്ഥാനങ്ങളൊക്കെയും തൗഹീദിന്റെ ഈ പ്രാധാന്യത്തെ വില കുറച്ച് കാണിക്കുന്നവരോ അതല്ലെങ്കിൽ തൗഹീദിനെ തെറ്റായി മനസ്സിലാക്കിയവരോ ആണെന്ന് നമ്മൾക്ക് അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് മുഅ്തസിലിയാക്കൾ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഉടലെടുത്ത കക്ഷികളിൽപ്പെട്ട വിഭാഗമാണ്. അവരിൽ നിന്നാണ് ഒരുപാട് ചിന്താപരമായ ഫിത്നകൾ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് ആദ്യമായി നിർബന്ധമായ ബാധ്യത അള്ളാഹുവിനെ നിരീക്ഷിച്ച് കണ്ടെത്തുക എന്നതാണ്. അങ്ങനെ ഗവേഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഒക്കെ അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് അള്ളാഹു എങ്ങനെയൊക്കെ ഉള്ളവനായിരിക്കണം എന്ന് അവർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സിഫാത്തുകളുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് പ്രത്യേകം അഫ്ആലുകളുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരായിട്ടാണ് അവർ കാണുന്നത്. അള്ളാഹു കോപിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ വിശേഷണമാണ്, പറയാൻ പാടില്ല. അപ്പോൾ ഹദീസുകളിൽ അങ്ങനെ വന്നതോ അത് ആലങ്കാരികമായി പ്രയോഗിച്ചതായതിനാൽ അത് വ്യാഖ്യാനിച്ചൊപ്പിക്കുക. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ് തുടങ്ങിയ പ്രയോഗങ്ങളൊന്നും പറയാൻ പാടില്ല, അതൊക്കെ സൃഷ്ടികളുടേതാണ്, അതിനെ നിഷേധിക്കലാണ് തൗഹീദ് എന്ന് പറയുകയും ആ രൂപത്തിലേക്ക് വഴിതെറ്റി പോവുകയും പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകുകയുമാണ് മുഅ്തസിലിയാക്കൾ ചെയ്തത്. സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം തൗഹീദാണ് ഏറ്റവും പ്രധാനം. പക്ഷേ തൗഹീദ് നമ്മൾ പഠിപ്പിക്കുന്ന തൗഹീദല്ല. അവരെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹു അല്ലാതെ വല്ലതും ഉണ്ട് എന്നാരെങ്കിലും വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. മറിച്ച് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ. സൃഷ്ടാവ് എന്ന വേർതിരിവ് നടത്തിയവൻ മുശ്രിക്കായി. നമ്മൾ കോടാനുകോടി ജീവജാലങ്ങളൊക്കെ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതോടുകൂടി കോടാനുകോടി പങ്കാളികളെയാണ് നമ്മൾ അള്ളാഹുൽ വെച്ചിട്ടുള്ളത് എന്നാണ് സൂഫിയാക്കൾ പറയുന്നത്. ഇതിനാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഹൈന്ദവരുടെ മതങ്ങളുടെ അടിത്തറ അദ്വൈത സിദ്ധാന്തത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ്. സൂഫിയാക്കൾക്ക് ആ വിശ്വാസം ലഭിച്ചതും ഇന്ത്യ പോലുള്ള നാടുകളിലെ അദ്വൈത വിശ്വാസികളിൽ നിന്നാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അശ്അരി മദ്ഹബുകാർ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ് അല്ല അവരുടെ പ്രധാനപ്പെട്ട വിഷയം. മറിച്ച് അവർ പറയാറുള്ളത് അള്ളാഹു അവൻ്റെ വിശുദ്ധതാത്തിൽ ഏകനാണ്, കൂടിച്ചേർന്നവനോ ഒന്നിച്ചു ചേർന്നവനോ കൂടുതൽ ആളത്വങ്ങളോ ഉള്ളവനല്ല, ലാ കസീവലഹു. അതേപോലെ തന്നെ അള്ളാഹു അവൻ്റെ അഫ്ആലുകളിൽ അവൻ്റെ പ്രവൃത്തികളിൽ അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്നവനില്ല. മൂന്നാമത്തേത് അള്ളാഹുവിനെ പോലെ വിശേഷണങ്ങളില്ല.
ഇവിടെയൊന്നും പ്രവാചകന്മാർ തങ്ങളുടെ ഉമ്മത്തിനോട് പ്രബോധനം ചെയ്ത തൗഹീദുൽ ഇബാദത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം കടന്നു വരികയോ അത് അവർ പ്രസ്താവിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അശ്അരി മദ്ഹബുകാർ ഇസ്ലാമിക ലോകത്ത് ഭൂരിപക്ഷമായതിനാൽ അവർക്കിടയിലാണ് ശിർക്ക്പരമായ കാര്യങ്ങൾ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ അശ്അരി മദ്ഹബിൻ്റെ നേതാവായ ഹബീബ് ജിഫ്രിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ തൗഹീദിനെ സംബന്ധിച്ച് പറയുകയും ശിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യാറുണ്ട്. അതൊക്കെ അഖീദയുടെ ഗ്രന്ഥങ്ങളല്ല, അതൊക്കെ അമലിയാത്തിൽപ്പെട്ടതായതിനാൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലാണ് ഞങ്ങൾ പറയാറുള്ളത് എന്നാണ്. അതായത് അവരുടെ രണ്ടാമത്തെ ഒരു വ്യതിയാനാണത്. അവർക്ക് വിശ്വാസവും അമലിയാത്തും രണ്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ഭാഗം തന്നെയാണ് അമലുകളും. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ഒരാളുടെ ഈമാൻ വർദ്ധിക്കും, കർമ്മങ്ങൾ പ്രവർത്തിക്കാതെ ഉപേക്ഷിച്ചാൽ അയാളുടെ ഈമാൻ കുറയും. എന്നാൽ അശ്അരി മദ്ഹബുകാർ ഈ വിഷയത്തിൽ ഇർജാഅ് നടത്തിയിരിക്കുകയാണ്. അതായത് വിശ്വാസം ഒന്ന് വേറെ, അമലുകളൊന്ന് വേറെ. അതുകൊണ്ട് തന്നെ അഖീദ ഗ്രന്ഥങ്ങളിലൊന്നും പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ ഇബാദത്തിനെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ വളരെ വിരളമായി മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ ആരോപിക്കുന്നതല്ല, അവർ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇമാം തഹാവി ഇവിടെ പറയുന്നത് അന്നല്ലാഹു വാഹിദുൻ ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല എന്നാണ്. അപ്പോൾ ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. പങ്കുകാർ എപ്പോഴാണ് സ്ഥാപിക്കപ്പെടുക എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞാൽ തസ്വിയത്തു ഗൈറുല്ലാഹി ബിഹി ഫീമാ ഹുവ മിൻ ഖസായിസിഹി, അള്ളാഹുവിന് പ്രത്യേകമായി ഉണ്ടായ സംഗതികളിൽ എന്തിലെങ്കിലും അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളെ പങ്കു ചേർക്കുക, അതിനാണ് ശിർക്ക് എന്ന് പറയുക എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ